സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്നലെ രാത്രിയിലും മിക്കയിടങ്ങളിലും ശക്തമായ മഴ പെയ്തു. മഴ അല്പം ശമിച്ചെങ്കിലും വെള്ളക്കെട്ടിപ്പോഴും തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടാണ്. മറ്റന്നാൾ വരെ ഈ 4 ജില്ലകളിലും റെഡ് അലർട്ട് തുടരും. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം ജില്ലകളിലൊക്കെ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ നമുക്ക് പത്തനംതിട്ടയിൽ നിന്നും CK അഭിലാൽ ചേരുന്നു. അഭിലാൽ, ഗുഡ് മോർണിംഗ്. പത്തനംതിട്ട ജില്ല പൊതുവെ മലയോര മേഖലയൊക്കെയാണ്. അവിടെ മഴ കനക്കുന്നുണ്ടോ, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? മോത്തി, ഗുഡ് മോർണിംഗ്. റെഡ് അലർട്ടിൻ്റെ ആദ്യ ദിവസം മഴ ഏറെക്കുറെ പൂർണ്ണമായി മാറി നിന്നുവെങ്കിൽ ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് മഴയുടെ ആരംഭം. ഏറ്റവും കൂടുതൽ ശക്തമായി മഴയുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന 2 മേഖലകൾ പന്തളവും മറ്റൊന്ന് കോന്നിയുമാണ്. അതേസമയം തന്നെ പത്തനംതിട്ട, റാന്നി, തിരുവല്ല മേഖലകളിൽ അത്ര ശക്തമായ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭ്യമായിട്ട് ഇല്ല എന്ന് വേണം പറയാൻ. അതേസമയം തന്നെ ഏറെക്കാലത്തെ കടുത്ത വരൾച്ചയ്ക്ക് ശേഷം മഴ സജീവമായ കാലയളവ് എന്നുള്ളത് കൊണ്ട് തന്നെ ജലസ്രോതസ്സുകളൊന്നും കാര്യമായ മഴയുടെ അളവിൽ, വെള്ളത്തിൻ്റെ അളവിൽ കൂടുതൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. വരും ദിവസങ്ങളിൽ, ഏതാനും ദിവസങ്ങൾ കൂടി സമാനമായ രീതിയിൽ മഴ പെയ്താൽ പോലും ആശങ്കയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ല എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതേസമയം തന്നെ വലിയ മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നാൽ അതിന് അനുയോജ്യമായ സ്ഥലങ്ങളടക്കം കണ്ടെത്തിയിട്ടുണ്ട്. രാത്രി യാത്ര വിലക്ക് തുടരുകയാണ്. 23-ാം തീയതി വരെയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. എന്തായാലും മഴ തുടരും എന്ന് തന്നെയുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പുണ്ട് എങ്കിൽ പോലും അത്തരത്തിലേക്ക് മഴ പെയ്യുമോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുകയില്ല.